നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 17-ാമത്തെ തിരുവെഴുത്ത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. എവരി ഗുഡ് ഗിഫ്റ്റ് and every perfect gift is from above and coming down from the Father of lights, with whom is no variableness, neither shadow of turning. ഇന്ന് ഈ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ എല്ലാ നല്ല ദാനവും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. നമുക്കറിയാം, ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് എല്ലാ നല്ല ദാനവും ഉയരത്തിൽ നിന്നാണ് വരുന്നത്. ഈ ഭൂമിയിൽ നമുക്ക് പലതരത്തിലുള്ള ദാനങ്ങളും ഗിഫ്റ്റുകളും ഒക്കെയായി മനുഷ്യർ നമ്മളിലേക്ക് വരും. എന്നാൽ അതൊന്നും പൂർണ്ണതയുള്ളതല്ല. നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കുന്ന എല്ലാ ഗിഫ്റ്റുകളും അപൂർണമാണ്, എല്ലാ ഓഫറുകളും അപൂർണമാണ്. എന്നാൽ ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ഗിഫ്റ്റുകൾ ഒന്നും അപൂർണമല്ല. നമുക്ക് ഉയരത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ പെർഫെക്റ്റ് ഗിഫ്റ്റാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന ദാനം. യേശു ക്രിസ്തുവിനെ പോലെയുള്ള ഒരു ദാനം സ്വർഗത്തിൽ നിന്ന് ഒരിക്കൽ പോലും ലഭിച്ചിട്ടില്ല. അത് ഏറ്റവും വലിയ ദാനമാണ്. ആ ക്രിസ്തു എന്ന ദാനത്തെ ലഭിക്കുവാൻ കിട്ടിയ ഭാഗ്യമാണ് ലോകജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യത. ഇന്ന് പ്രിയരെ, ആ ദാനം ലഭിച്ചിരിക്കുന്ന നമുക്ക്, ആ ക്രിസ്തുവിനെ ലഭിച്ചിരിക്കുന്ന നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്കും മാറ്റം സംഭവിക്കാൻ ദൈവം കൃപ നൽകിയിരിക്കുകയാണ്. ക്രിസ്തുവിന് ശേഷം പരിശുദ്ധാത്മാവെന്ന മറ്റൊരു ദാനം കൂടെ ക്രിസ്തു നമുക്ക് പിതാവിങ്കിൽ നിന്ന് ക്രിസ്തു മുഖേന ലഭിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്നാണ് ലഭിക്കുന്നതെന്നുള്ള ഏറ്റവും വലിയ തിരിച്ചറിവ് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ കൂടാതെ ലോകത്തിൽ നിന്ന് പല നന്മകളും നമുക്ക് ലഭിച്ചേക്കാം. എന്നാൽ അതെല്ലാം നമുക്ക് താൽക്കാലികം മാത്രമാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമാണ് നിലനിൽക്കുന്നത്. പിതാവിനെ കുറിച്ച് പറയുന്ന ഈ വേദഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവന് വികാരമോ ഗതിഭേദങ്ങളാലുള്ള ആച്ഛാദനമോ ഇല്ല. ദൈവം എപ്പോഴും ഒരു കോൺസ്റ്റന്റ് സ്പിരിറ്റായിട്ട് നിൽക്കുകയാണ്. ദൈവത്തിൽ നിന്നുള്ള സ്നേഹം, ദയ, കരുണ, വിശ്വസ്തത എല്ലാം കോൺസ്റ്റന്റായിട്ട് ലഭിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലകൊള്ളുന്നത്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രതിഫലമില്ലാതെ പ്രഭ ചൊരിയുകയാണ്. ദൈവത്തിൻ്റെ നിത്യമായ ശക്തി അത് കാണിക്കുന്നു. ദൈവത്തിൻ്റെ നിത്യമായ മഹത്വത്തെ അത് കാണിക്കുന്നു. ദൈവത്തിൻ്റെ നിത്യമായ തേജസ്സിനെ അത് കാണിക്കുന്നു. കാര്യം, അവന് വികാരമോ ഗതിഭേദങ്ങളാലുള്ള ആച്ഛാദനം, നോ ടേണിങ്, നോ ഷിഫ്റ്റിംഗ് ഷാഡോ. നോക്കിയാട്ടെ, ഈ ലോകത്തിൽ എല്ലാത്തിനും ടേണിങ്ങും എല്ലാത്തിനും നിഴലുകൾ പോലും മാറുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ഒന്നിനും മാറ്റം വരുന്നില്ല. ദൈവം എപ്പോഴും സ്ഥിരമായി നിലകൊള്ളുന്നവരാണ്. മനുഷ്യൻ മാറും, മനുഷ്യൻ്റെ ചിന്തകൾ മാറും, മനുഷ്യൻ്റെ വിചാരങ്ങൾ മാറും. മനുഷ്യൻ ഓരോ ഘട്ടങ്ങളിലും അവൻ്റെ ഹൃദയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. അവൻ്റെ മനസ്സ് മാറും. ഇന്ന് ഇഷ്ടപ്പെടുന്ന നാളെ ഇഷ്ടപ്പെടുന്നില്ല, ഇന്ന് ഇഷ്ടപ്പെട്ട വസ്ത്രം നാളെ ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ ദൈവം അങ്ങനെയല്ല. അവൻ്റെ നീതിയും അവൻ്റെ സത്യവും അവൻ്റെ ദയയും അവൻ്റെ കരുണയും എന്നേക്കും നിലകൊള്ളുകയാണ്. അതുകൊണ്ടാണ് നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നുവെന്ന് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു കുറവില്ല. നമ്മൾ അവിശ്വസ്തരായി പോയാൽ പോലും ദൈവം വിശ്വസ്തനായിട്ട് നമ്മളെ പുലർത്തുകയാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് നിന്ന്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി കരുതുകയും സ്നേഹിക്കുകയും നടത്തുകയും പരിപാലിക്കുകയും ഒക്കെയും ചെയ്തുകൊണ്ട് ദൈവ പദ്ധതികൾ നമുക്ക് സ്ഥിരമായി കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് സ്വർഗത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. എല്ലാ നല്ലതും ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു ഉന്നതമായ ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലോകത്തിലെ താൽക്കാലികമായ ഗിഫ്റ്റുകളുടെ പുറകെ നാം ഓടുകയില്ല. താൽക്കാലികമായ ക്രമീകരണങ്ങൾ, താൽക്കാലികമായ ടെൻറ്റുകൾ, താൽക്കാലികമായ ജീവിത രീതികൾ, താൽക്കാലികമായ ജീവിതത്തിൽ ലഭിക്കുന്ന നൈമിഷികമായ സുഖങ്ങൾ, സൗകര്യങ്ങൾ, ഇതിനെന്നും പുറകെ നമ്മൾ കൂടുതൽ ചിന്തിച്ച് കൂടുതൽ വിചാരപ്പെട്ട് നമ്മൾ ഓടേണ്ട കാര്യമില്ല. നിത്യമായി നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലെ നിത്യമായ തേജസ്സിനെ കാണുവാനും ഗ്രഹിപ്പാനും ആ വലിയ ധനം പ്രാപിപ്പാനും നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്.
ഇന്ന് ഞാൻ പറയുന്ന തിരുവെടുത്ത് ഒരുപക്ഷെ എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയുകയില്ല, എല്ലാവർക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഗ്രഹിക്കുവാൻ കഴിയുന്നവരോടും ചിന്തിക്കാൻ കഴിയുന്നവരോടും ഞാൻ പറയുന്നു, ഉന്നതമായ ദൈവകൃപ പ്രാപിക്കാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ കർത്താവ് തട്ടി ഉണർത്തുകയാണ്. നമ്മുടെ ഹൃദയത്തെ അവൻ ഉണർത്തുകയാണ്. നമ്മൾ ഈ ലോകത്തിൽ താൽക്കാലികമായ ഗിഫ്റ്റുകളുടെ പറയുവാടാതെ നിത്യമായത് നിലകൊള്ളുന്നതുമായ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മഹാദാനമായ ക്രിസ്തുവിനെയും അവൻ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും അതോടുകൂടെ ലഭിക്കുന്ന എല്ലാ ദാനങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ദൈവകൃപയുടെ ആ പൂർണ്ണതയിലേക്ക് നമുക്ക് കടക്കാം. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നമുക്ക് നിറഞ്ഞു വരാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, താൽക്കാലികമായി കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് നിത്യമായ ഗിഫ്റ്റുകളെയും നിത്യമായ ദാനത്തെക്കുറിച്ച് ചിന്തിപ്പാനിടയായി ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ അറിവ് ദൈവകൃപയ്ക്ക് മുഖാന്തരമായി മാറട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ താൽക്കാലികമായ നൈമിഷികമായ ലോകത്തിലേക്ക് ഓടിപ്പോകാതെ നിത്യമായ കൃപയുടെ പുറകെ ഓടുവാൻ ഞങ്ങളെ സഹായിക്കും. ആ തേജസ്സിലേക്ക് നടത്തപ്പെടുവാൻ എല്ലാവരെയും ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വത്തിനായി ജീവിപ്പാൻ ഓരോരുത്തരെ സഹായിക്കും. അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.